ഹായ്, വ്യത്യസ്തങ്ങളായ കളർ പാറ്റേണിലുള്ള ലീഫുകൾ കൊണ്ട് നമ്മളെ ഏവരെയും ആകർഷിക്കുന്ന ചെടികളാണ് ഫിറ്റൂണിയ ചെടികൾ. ഇവ നെർവ് പ്ലാന്റ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഫിറ്റൂണിയ ചെടികളുടെ കെയറിംഗ്, പ്രൊപ്പഗേഷൻ, പോട്ടിംഗ് മിക്സ് കൂടാതെ 10 വ്യത്യസ്തങ്ങളായ ഫിറ്റൂണിയ ചെടികളുടെ കോംബോ ഓഫർ എന്നിവ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കൂടുതൽ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിനും കോംബോ ഓഫറുകൾക്കുമായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഫിറ്റൂണിയ ചെടികളുടെ കെയറിംഗ് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഈ ചെടികൾ വളർത്താനായി ഇഷ്ടപ്പെടുന്നവരാണ്. സെമി ഇൻഡോറായും ഹാങ്ങിങ് പ്ലാന്റ്സായും എല്ലാം വളർത്താൻ കഴിയുന്ന ചെടികളാണ് ഇവ. വ്യത്യസ്തമായ കളർ പാറ്റേണിലുള്ള ലീഫുകളാണ് ഫിറ്റൂണിയ ചെടികളെ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഫിറ്റൂണിയ ചെടികളുടെ ലീഫുകളുടെ വ്യത്യാസം കൊണ്ട് തന്നെ ഇവയെ നെർവ് പ്ലാന്റ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. കൂടാതെ ഹ്യൂമിഡിറ്റി ഏറെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ഫിറ്റൂണിയ ചെടികൾ. നമ്മുടെ വീടുകളിൽ തണൽ ലഭിക്കുന്ന ഏതൊരു സ്ഥലത്തും നമുക്ക് ഫിറ്റൂണിയ ചെടികൾ വളരെ ഈസിയായി തന്നെ നട്ടു വളർത്താവുന്നതാണ്. മരങ്ങളുടെ തണലിലോ സൺഷെയ്ഡിലോ ഹാങ്ങിങ് പ്ലാന്റായോ ഒക്കെ നമുക്ക് ഫിറ്റൂണിയ ചെടികളെ വളർത്തിയെടുക്കാവുന്നതാണ്. വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഫിറ്റൂണിയ ചെടികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോഴും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മൾ 1 കിലോയുടെ പോട്ടിംഗ് മിക്സാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിൽ 400 ഗ്രാമോളം കോക്കോപിറ്റും 200 ഗ്രാം മണലും 200 ഗ്രാം മണ്ണും 200 ഗ്രാമിൽ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, പെർലൈറ്റ് എന്നിവ എല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു 200 ഗ്രാമും നമുക്ക് എടുക്കാവുന്നതാണ്. കൂടാതെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവ സമാന അളവിൽ തയ്യാറാക്കി വേണം നമ്മൾ മണ്ണിര കമ്പോസ്റ്റും ഇതെല്ലാം ചേർത്ത് വേണം പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട്. പിന്നെ നമ്മൾ ഫിറ്റൂണിയ ചെടികൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നതായിരിക്കണം. വെള്ളമേറെ ഇഷ്ടപ്പെടുന്ന ചെടികളാണെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള മണ്ണ് പോട്ടിംഗ് മിക്സ് ആയിരിക്കരുത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സും പോട്ടും നമ്മൾ യൂസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ വെള്ളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എപ്പോഴും ഒരു നനവ് ഈ പോട്ടിംഗ് മിക്സിലുണ്ടായിരിക്കണം. കൂടാതെ വെള്ളം ഹാംഫുള്ളായിട്ടുള്ള രീതിയിലൊന്നും വെള്ളം നമ്മൾ ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്ലാന്റിൻ്റെ ഇല പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതിനൊക്കെ കാരണമാകുന്നു. പിന്നെ ഫിറ്റൂണിയ ചെടികൾ പ്രധാനമായും നേരിടുന്ന പ്രശ്നങ്ങൾ വെള്ളീച്ചയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ വെള്ളീച്ചയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പ്ലാന്റിൻ്റെ ലീഫ് അഴുകി പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ NPK നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. NPK 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം NPK എന്ന രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ കൂടുതലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്താൽ മതി. നല്ല രീതിയിൽ കളർ വരുന്നതിന്, പ്ലാന്റിൻ്റെ ലീഫിന് നല്ല രീതിയിലുള്ള കളർ പാറ്റേൺ വരുന്നതിന് NPK സ്പ്രേ ചെയ്യുന്നത് വളരെ സഹായകമാണ്. ഇവയുടെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ്. തണ്ട് കട്ട് ചെയ്ത് സെയിം പോട്ടിംഗ് മിക്സിൽ തന്നെ ഒരാഴ്ച കൊണ്ട് നമുക്ക് വേര് പിടിച്ചെടുക്കാവുന്നതാണ്. ഇവ നമ്മൾ കെയർ ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട, ഡയറക്റ്റ് മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊന്നും ഡയറക്റ്റ് കൊണ്ട് വെക്കരുത്. അതുകൂടാതെ കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൂടുതൽ വെയിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് പ്ലാന്റ് ചീത്തയായി പോകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫിറ്റൂണിയ ചെടികളെ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഫിറ്റൂണിയ ചെടികളുടെ 10 വ്യത്യസ്ത ലീഫ് പാറ്റേണുകളിലുള്ള ഒരു കോംബോ ഓഫർ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 10 വ്യത്യസ്ത പ്ലാന്റുകളുടെ കോംബോയ്ക്ക് 350 രൂപ പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ജിഫി പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ ഡെലിവറി ആകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പ്ലാന്റ് റിലേറ്റഡ് വീഡിയോസിനും കോംബോ ഓഫറുകൾക്കുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.